തട്ടിപ്പും വെട്ടിപ്പും പുറത്തുവരരുതെന്ന രാഷ്ട്രീയ ഭരണകൂട ശാഠ്യങ്ങൾക്ക് കീഴ്പ്പെടുന്നവരല്ല മാധ്യമപ്രവർത്തകരെന്ന KUWJ പാലക്കാട് ഘടകം. വാർത്തയുടെ പേരിൽ മാധ്യമം ലേഖകൻ അനിരു അശോകന്റെ ഫോൺ പിടിച്ചെടുക്കാനുള്ള ക്രൈംബ്രാഞ്ച് നീക്കത്തിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. വാർത്തയുടെ ഉറവിടം വെളിപ്പെടുത്താൻ നിർബന്ധിക്കാൻ നിയമപരമായി പോലീസിന് അവകാശമില്ല. രാഷ്ട്രീയക്കാർക്കും ഭരണകൂടങ്ങൾക്കും പല കാര്യങ്ങളിലും യു-ടേൺ അടിക്കേണ്ടി വരുന്നത് വാർത്തകളെ തുടർന്നാണ്. രാജ്യ താൽപര്യം സംരക്ഷിക്കാനാണ് മാധ്യമ പ്രവർത്തകർ ശ്രമിക്കുന്നത്. അഴിമതികൾ, കെടുകാര്യസ്ഥത, തട്ടിപ്പ്, വെട്ടിപ്പ് എന്നിവയെല്ലാം ജനങ്ങൾ അറിയേണ്ടതും പ്രതികരിക്കേണ്ടതുമായ വിഷയങ്ങളാണെന്ന് KUWJ പാലക്കാട് ഘടകം പറഞ്ഞു. ഈ ഒരു ഘട്ടത്തിൽ ഒരു വാർത്ത നൽകിയതിന്റെ പേരിൽ PSCയുടെ സൈറ്റിൽ നിന്ന് വിവരങ്ങൾ ചോരുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നൽകിയതിന്റെ പേരിൽ മാധ്യമത്തിന്റെ ലേഖകനായിട്ടുള്ള അനിരു അശോകനെ ക്രൈംബ്രാഞ്ച് 2 മണിക്കൂറിലേറെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഫോൺ പരിശോധനയ്ക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുന്ന നിലയുണ്ടായി. വാർത്ത നൽകുന്നതിന്റെ ഭാഗമായി നമ്മൾ വ്യത്യസ്തങ്ങളായ സോഴ്സുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളൊരു വാർത്ത നൽകുന്നത്. ഇത്തരം സോഴ്സുകൾ നമ്മളെ സംബന്ധിച്ചത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാധ്യമരംഗത്ത് കൂടുതൽ വാർത്തകൾ നൽകാനും അവർക്ക് ധൈര്യപൂർവ്വം പേടിയില്ലാതെ നമുക്ക് വാർത്തകളും വിവരങ്ങളും നൽകാനും ഒക്കെ ഈ സോഴ്സ് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല. അപ്പൊ അതിൽ ഫലപ്രദമായ നടപടി എന്ത് സ്വീകരിക്കണം എന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത്. അത്തരമൊരു വിഷയം വന്നാൽ ആ വിഷയം അന്വേഷിച്ച് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് പകരം ആ വാർത്ത നൽകിയ റിപ്പോർട്ടറെ തന്നെ ചോദ്യം ചെയ്ത് അവരുടെ മൊബൈൽ ഉൾപ്പെടെ പിടിച്ചെടുക്കുന്ന ഒരു രീതി മാധ്യമ പ്രവർത്തനത്തിന് നേരെയുള്ള കടന്നുകയറ്റമായി മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി കഴിയൂ. പോലീസ് നടപടിക്കെതിരായ പ്രതിഷേധത്തിൽ ജില്ലാ പ്രസിഡന്റ് നോബിൾ ജോസ് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് വെള്ളിമംഗലം, മാധ്യമം ജേർണലിസ്റ്റ് യൂണിയൻ നിർവാഹക സമിതി അംഗം PP പ്രശാന്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റാഫി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രമേശ് എഴുത്തച്ഛൻ, മുഹമ്മദ് അലി, ജില്ലാ സെക്രട്ടറി M ശ്രീനേഷ് എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ് പാലക്കാട്.